ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹോലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂസിലൻഡിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ന്യൂസിലൻഡ് വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതിൽ കുറേ കമൻസ് വന്നു. ആ കമൻസ് വെച്ചിട്ടാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇനി കുട്ടികൾക്ക് അറിയേണ്ട, ഇനി ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിനും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 8 സെക്ഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ 8 സെക്ഷനിൽ കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്റ്റേ ബാക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2 പാർട്ട്ണർ വിസ ആർക്കൊക്കെ അവൈൽ ചെയ്യാൻ പറ്റും. 3 PR-ൻ്റെ ന്യൂ ചേഞ്ചസ് എന്താണ്. 4 എലിജിബിൾ ഒക്യുപ്പേഷൻസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ചില ലെവൽ 7 ലെവൽ 8 പ്രോഗ്രാംസിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എലിജിബിൾ ആവുന്ന ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ആ ഒരു ലിസ്റ്റിലൂടെ പെട്ടെന്ന് നമ്മളൊന്ന് ഓടിച്ചു പോകുന്നത്. 5 ഗ്രീൻ ലിസ്റ്റ് ഒക്യുപ്പേഷൻസ്, ഏറ്റവും സാധ്യതയുള്ള ന്യൂസിലൻഡിലെ ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ 5-ാമത്തെ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. 6 പാർട്ട് ടൈം ജോബ്സ് ന്യൂസിലൻഡിൽ പഠിക്കുന്നവർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നും. 7-ാമത്തേത് ഫുൾ ടൈം ജോബ്സ്, അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കിട്ടുന്നത് ഏത് പ്രോഗ്രാംസിനാണ് എന്നും കവർ ചെയ്യുന്നു. ആൻഡ് 8 എൻ്റെ ന്യൂസിലൻഡ് കമ്മ്യൂണിറ്റിയെ പറ്റിയും പറയാൻ പോകുന്നു. ആദ്യത്തെ സെക്ഷനിലേക്ക് സ്വാഗതം. സ്റ്റേ ബാക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സ്റ്റേ ബാക്ക് പറയുന്ന കൂട്ടത്തിൽ തന്നെ പാർട്ട്ണർ വിസ ആർക്കൊക്കെ അവൈൽ ചെയ്യാം എന്നുള്ളത് കൂടി പറഞ്ഞാണ് പോകുന്നത്. ഒരുമിച്ച് ഒരു ടേബിളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് ലെവൽ 10 എന്ന് പറയുന്നത് എന്താണ്? PhD പ്രോഗ്രാംസ് ആണ്. അപ്പോൾ PhD പ്രോഗ്രാംസിന് സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്, പാർട്ട്ണർ വിസയും അവൈലബിൾ ആണ്. പുതിയ റെഗുലേഷൻസ് പ്രകാരം 4 വർഷം സ്റ്റേ ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന്. പഴയ ലിസ്റ്റ് പ്രകാരം 3 വർഷമാണ് സ്റ്റേ ബാക്ക്, അതായത് കറൻ്റ്ലി 3 years ആണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഇനി ലെവൽ 9 മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റേ ബാക്ക് റിസീവ് ചെയ്യും. അതുപോലെ പാർട്ട്ണറിനെയും കൂടെ കൊണ്ടുവരാൻ പറ്റും പഠിക്കുന്ന സമയത്ത് തന്നെ, വർക്ക് റൈറ്റ്സോടുകൂടി. അതുപോലെ പുതിയ ചേഞ്ചസ് വരുന്നതനുസരിച്ച് ഇതിന് സ്റ്റേ ബാക്ക് ലഭിക്കുന്നത് 4 കൊല്ലമാണ്. പഴയ ലിസ്റ്റ് പ്രകാരം 3 കൊല്ലവുമാണ് സ്റ്റേ ബാക്ക്. ഇനി ബാച്ചിലർ ഓണേഴ്സ്, PG ഡിപ്ലോമ, PG സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ സ്റ്റേ ബാക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട്ണർ വിസ കിട്ടണമെങ്കിൽ ഏതർ ഗ്രീൻ ലിസ്റ്റിലുള്ള ഒരു ഒക്യുപ്പേഷൻ ആവണം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ എലിജിബിൾ ലിസ്റ്റിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ലോങ് ടേം സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടാവണം. അത് സെപ്റ്റംബർ 7, 2022 മുന്നെയോ ആ ഡേറ്റ് വരെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ. പിന്നെ സ്റ്റെം സബ്ജക്ട്സിലാണെങ്കിൽ 4 കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട് ഡിഗ്രി ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ 3 വർഷമാണ്. ഇത് പുതിയ ചേഞ്ചിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ, 4 വർഷം വരെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 years ആണ് കറൻ്റ്ലി കിട്ടുന്നത്. പിന്നെ ലെവൽ 7 പ്രോഗ്രാംസിൽ ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ ആണെങ്കിൽ സ്റ്റേ ബാക്ക് റിസീവ് ചെയ്യും. ഇഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റിൽ ഉണ്ടെങ്കിലാണ് കിട്ടുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ എലിജിബിൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ലെവൽ 8-ലാണെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ എലിജിബിൾ ലെവൽ 8-ൽ എല്ലാത്തിനും കിട്ടുന്നുണ്ട്. ലെവൽ 7-ൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ ലിസ്റ്റിൽ മെൻഷൻ ആണെങ്കിൽ, ലെവൽ 4 മുതൽ ലെവൽ 7 വരെയുള്ളത് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ബാച്ചിലേഴ്സ് ഡിഗ്രി തൊട്ട് മേളിലേക്ക് പഠിക്കുന്നവർക്ക് 3 years അല്ലെങ്കിൽ 4 years വരെ സ്റ്റേ ബാക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രീൻ ലിസ്റ്റിലുണ്ടെങ്കിൽ നല്ല സാധ്യതയുള്ള ഒക്യുപ്പേഷൻസ് ആണ്, അതിൽ പഠിക്കാൻ ശ്രമിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് ലീഡ് ചെയ്യാനും സാധിക്കും, ഇല്ലെങ്കിൽ തന്നെ ജോലി കണ്ടെത്താനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഗ്രീൻ ലിസ്റ്റ് ഒക്യുപ്പേഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തതായി PR-നെ പറ്റി പുതിയ ചേഞ്ചസ് എന്താണ്? ഓഗസ്റ്റ് 2026 മുതലാണ് ഈ പുതിയ ചേഞ്ചസ് വരുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇതിന് പാർട്ട് 1 വീഡിയോ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുൾ ഐഡിയ കിട്ടും എന്താണ് ഈ പുതിയ ചേഞ്ചസ് എന്ന്. ഇപ്പോൾ ഒരു PhD-യോ മാസ്റ്റേഴ്സോ ന്യൂസിലൻഡിൽ പഠിക്കുന്നവർക്ക് ഒരു ജോബ് ഓഫറും കൂടി ഉണ്ടെങ്കിൽ, പഠിച്ച ഫീൽഡിൽ തന്നെ ജോബ് ഓഫറും കൂടി ഉണ്ടെങ്കിൽ PR-ലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണ അവസരം. ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ പഠിച്ച ഇക്വലൻ്റായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് 1 year ന്യൂസിലൻഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും PR-ലേക്ക് നമുക്ക് എലിജിബിൾ ആവുന്ന ഒരു ക്രൈറ്റീരിയയാണ്. അപ്പോൾ ന്യൂസിലൻഡിലേക്ക് വീണ്ടും ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമോ വല്ലതും ഓസ്ട്രേലിയയിൽ പഠിച്ചവർക്ക് ന്യൂസിലൻഡിൽ പഠിക്കാൻ വരികയാണെങ്കിൽ അതുവഴി നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡിൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് കൂടെ ക്ലെയിം ചെയ്യുക വഴി PR-ലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒക്കെ പുതിയ അനൗൺസ്മെൻറ്റ്സ് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 4 എലിജിബിൾ ഒക്യുപ്പേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ എലിജിബിൾ ഒക്യുപ്പേഷൻസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനെ 5 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കൺസ്ട്രക്ഷൻ മേഖല, കൺസ്ട്രക്ഷൻ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ക്വാണ്ടിറ്റി സർവേയിങ്,
ഹൈവേ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ. അപ്പോൾ ഈ ഗ്രാജുവേറ്റ് ഡിപ്ലോമ 7 മുതലുള്ളവർക്ക്, 7-ലുള്ളവർക്കും ലെവൽ 6-ലുള്ളവർക്ക് 240 ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഉള്ളവർക്കൊക്കെ ഇത് നമുക്ക് ബാധകമാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിസ എലിജിബിൾ ആയിട്ടുള്ള ആ ലിസ്റ്റ് നമ്മളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രോഗ്രാം ഡിസൈഡ് ചെയ്യാൻ, ഇഫ് ലെവൽ 6 ലെവൽ 7 പഠിക്കുന്നുണ്ടെങ്കിൽ. ഇനി ടീച്ചിങ്ങിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, പ്രൈമറി, ഇൻ്റർമീഡിയറ്റ്, സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ, ഈ മേഖലകളിൽ ചാൻസസ് ഉണ്ട്. പിന്നെ എൻജിനീയേഴ്സിന്, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ ടെക്നീഷ്യൻസിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ കിട്ടും, ലെവൽ 6-7 പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്നവർക്ക്. അടുത്തത് ഫാമിംഗ് ആണ്. ഫാം മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, ഡയറി ടെക്നോളജി, ഇതൊക്കെ ലെവൽ 5-ലാണെങ്കിൽ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ലിസ്റ്റിൽ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രോഗ്രാംസ് സെലക്ട് ചെയ്താൽ മതി. ഇനി മെക്കാനിക്കൽ, ഓട്ടോ, ഇലക്ട്രിക്കൽ, ഓട്ടോമോട്ടീവ്, ഇലക്ട്രീഷ്യൻ, ഡീസൽ, മോട്ടോർ മെക്കാനിക്, ഡയറി ഫാമിംഗ്, ഇതൊക്കെ ലെവൽ 4 ആണെങ്കിലും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ കിട്ടുന്നുണ്ട്. ഇത് നല്ല സാധ്യതയുള്ള ഓക്യുപ്പേഷൻസ് ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ലെവലുകളിൽ പഠിച്ചാൽ പോലും സ്റ്റേ ബാക്ക് കൊടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊക്കെ തന്നെ ഗ്രീൻ ലിസ്റ്റിലുമുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ ലിസ്റ്റ് എന്താണെന്നും എക്സ്പ്ലോർ ചെയ്യാം. ഗ്രീൻ ലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് സെക്ടർ, ഇതാണ് ആദ്യം. അതിനകത്ത് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ഇതിനെല്ലാം നല്ലതാണ്. അപ്പോൾ MSW പഠിക്കാനോ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാമുകൾ ന്യൂസിലൻഡിൽ പഠിക്കാൻ നല്ലതാണ്. ഒപ്പം തന്നെ ഹെൽത്ത് സെക്ടർ എല്ലാം നല്ലതാണ്. അപ്പം ഡോക്ടർമാർക്കും ഒക്കെ, അപ്പം ഓസ്ട്രേലിയയിലായാലും ന്യൂസിലൻഡിലായാലും ഈ പറഞ്ഞ മേഖലകളിൽ നല്ല സാധ്യതയാണ്. 2 എഞ്ചിനീയറിംഗിൽ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതിനൊക്കെ തന്നെ സാധ്യതകളുണ്ട്. ICTയിൽ സാധ്യതകൾ പറയുന്നുണ്ട്, ഈ ഗ്രീൻ ലിസ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ വയസ്സായിട്ട് നിങ്ങൾ അത്രയും ടെക്നിക്കലി സൗണ്ട് ആണെങ്കിൽ വേണം ICT പ്രോഗ്രാമുകൾ പഠിക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന. 4 കൺസ്ട്രക്ഷൻ റിലേറ്റഡ്, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊജക്ട് മാനേജ്മെൻറ്റ്, സർവേയർ, സൈറ്റ് ഫോർമാൻ, ഇങ്ങനത്തെ മേഖലകളിലൊക്കെ എക്സ്പീരിയൻസും ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നല്ല മേഖലയാണ്. നല്ലൊരു ചാൻസാണ് ന്യൂസിലൻഡിൽ, കാരണം ഇത് ഗ്രീൻ ലിസ്റ്റിൽ ലിസ്റ്റഡുമാണ്. പിന്നെ സ്പേഷ്യൽ സയൻറ്റിസ്റ്റ്, എൻവയോൺമെൻറ്റൽ റിസർച്ച്, ഫുഡ് ടെക്നോളജി, ഈ മേഖലകളിലും നല്ലതാണ്, നല്ല ചാൻസാണ്. പിന്നെ ബിസിനസ് പ്രോസസ്സിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനും നല്ല ചാൻസാണ്. അപ്പോൾ ഗ്രീൻ ലിസ്റ്റിനെ പറ്റി ഞാൻ ഓടിച്ചു പറഞ്ഞത് ഇത് ഈ ലിസ്റ്റിൽ ഇത് ഡയറക്റ്റ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മേഖലകളിൽ നേരെ നമുക്ക് PR-ലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വർക്ക് എക്സ്പീരിയൻസ്. അല്ലാത്ത വേറൊരു സെക്ടറുണ്ട്, ടയർ 2 സെക്ടർ. ടയർ 2 സെക്ടറിൽ 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ PR-ലേക്ക് ലീഡ് ചെയ്യുന്ന സെക്ടറും കൂടിയുണ്ട്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ടയർ 1 ഒക്യുപ്പേഷൻസ് ആണ് പറഞ്ഞത്. ഏറ്റവും സാധ്യതയുള്ള ഗ്രീൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നതാണ് ടയർ 1. ടയർ 2 എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസോട് കൂടി PR-ലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പാത്വേ ആണ്. അപ്പം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും നമ്മൾ ടോപ്പ് ഒക്യുപ്പേഷൻസ് എപ്പോഴും പറയുന്ന ഹെൽത്ത് സെക്ടർ, സോഷ്യൽ വർക്ക്, ടീച്ചിങ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, എൻജിനീയറിംഗ് ആൻഡ് IT. അപ്പോൾ IT-യിൽ പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പോൾ അത് ടയർ 4-ലേക്ക് മാറിയിട്ടുണ്ട്. ന്യൂസിലൻഡിലും ഇത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനൊരു ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിലും അതിന് ടഫായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്യുപ്പേഷൻസിന് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും നല്ല ചാൻസാണ്. അടുത്ത സെക്ഷൻ പാർട്ട് ടൈം ജോബ്സ്. പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ജോബ്സ് കണ്ടെത്താനായിട്ട് ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയ കമ്പയർ ചെയ്യുമ്പം പാടാണ്. ഒരു കാറ്റഗറി 2, കാറ്റഗറി 3 ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന പോലെയാണ് ന്യൂസിലൻഡിൽ സ്ഥലങ്ങൾ. ന്യൂസിലൻഡിൽ ഓക്ലൻഡ്, ക്രൈസ്റ്റ് ചർച്ച് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പിന്നെയും വളരെ പാടാണ്. അപ്പോൾ പക്ഷേ എവിടെയൊക്കെയാണ് പാർട്ട് ടൈം ജോബ് കിട്ടുന്നത്? ഞാൻ 1-2 സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, റെസ്റ്റോറൻറ്റ്സ്, ക്ലീനിങ്, ഏജ് കെയർ, ഡിസബിലിറ്റി സെക്ടർ, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോബ്സ്. അതുപോലെ ചിൽഡ്രൻസ് കെയർ, ഏർലി ലേണിംഗ് സെൻറ്റേഴ്സ്, ഇവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ് സെക്ടേഴ്സ്. പിന്നെ റീറ്റെയിൽ സെക്ടർ, സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ജോബ്സ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ജോബ് കിട്ടാഴികയല്ല, കാറ്റഗറി 2, 3 ഏരിയാസിൽ ഓസ്ട്രേലിയയിൽ കാണുന്ന പോലത്തെ ഉള്ള ജോബ്സാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് പാർട്ട് ടൈം ജോബ്സൊക്കെ കിട്ടുന്നുണ്ട്. മിനിമം വേജും അത്യാവശ്യം $24-23 ന്യൂസിലൻഡ് ഡോളേഴ്സ് ഉണ്ട്, വിച്ച് ഈസ് നോട്ട് ബാഡ്. അപ്പോൾ പാർട്ട് ടൈം ജോബ്സ് സ്ട്രഗിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓസ്ട്രേലിയയുടെ കാറ്റഗറി 1 സ്ഥലങ്ങൾ പോലെയല്ല എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാറ്റഗറി 2, 3 സ്ഥലങ്ങൾ പോലെയാണ് ന്യൂസിലൻഡിൻ്റെ ഏരിയാസ്. അപ്പോൾ അതുകൊണ്ട് പാർട്ട് ടൈം ജോബ്സ് ഉണ്ട്, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ വരണം. അപ്പം പലപ്പോഴും ഒരു കുട്ടിയുടെ കമൻറ്റാണ് 10 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ന്യൂസിലൻഡിലേക്ക് പഠിക്കാൻ വരാവുള്ളൂ എന്ന് പറഞ്ഞത്. അത് ശരിയാണ്. ന്യൂസിലൻഡും ഓസ്ട്രേലിയയിലും ഒക്കെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റീജിയണൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ
ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് മാത്രം റെഡി ആയിട്ടുള്ളവർ പഠിക്കാൻ വരാവുള്ളൂ. ഇവിടെ നിന്നല്ല, അത് ഈവൻ UK-യിലായാലും വിദേശ രാജ്യത്ത് എവിടെയായാലും. കാരണം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങൾ നാട്ടിൽ പഠിക്കുമ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ പേരൻസിൻ്റെ ഗാർഡിയൻഷിപ്പിലാണ്. നിങ്ങളുടെ ഹോസ്റ്റൽ ഫീയും റെൻറ്റും ഉൾപ്പെടെ അവരെ അടയ്ക്കുന്നത്. ഇവിടെ നമ്മൾ വേറൊരു രാജ്യത്ത് പുതിയ സംസ്കാരം, പുതിയ കൾച്ചർ, പുതിയ രീതികൾ, ഇതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം. നമ്മുടെ റെൻറ്റ് നമ്മൾ തന്നെ കെട്ടണം, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യണം, ഒപ്പം പഠിക്കുകയും വേണം. പഠിച്ച് ഫെയിലായി കഴിഞ്ഞാൽ ഒരു സപ്ലിമെൻ്ററി ഫീ കെട്ടി പഠിക്കുന്ന ഒരു രീതിയല്ല, ആ സബ്ജക്റ്റിന് എൻറ്റയർ ഫീ കെട്ടേണ്ടി വരും. പക്ഷേ ഈ ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് റിയാലിറ്റി എന്താണെന്നും ശരിക്കും ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പോരാടിയ ആൾക്കാർ, ഈ വിദേശത്ത് പോകുന്നവരെങ്ങനെ പ്രവാസ ജീവിതത്തിലൂടെ പൈസ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് വേണ്ടവർ ചൂസ് ചെയ്താൽ മതി. ദിസ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ. ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനും ഈ ഒരു പ്രോസസ്സിൽ കൂടി ഇവോൾവ് ആയ ഒരു ബെറ്റർ പേഴ്സൺ ആവാനും കൂടുതൽ സ്ട്രെങ്ത് ആർജിക്കാനും ഒക്കെ പറ്റുന്നവർ മാത്രം പോയാൽ മതി. അല്ലാതെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഇത്. സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ആ കമൻറ്റ് എഴുതിയ ആളോട് എനിക്ക് റിപ്ലൈ പറയാനുള്ളത്. ഞാൻ അങ്ങനെ കമൻറ്റ് എഴുതരുത് എന്നല്ല പറയുന്നത് കേട്ടോ. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എന്തിനാണ് ഇത്രയും കഷ്ടപ്പാടുള്ള പ്രോസസ്സിലൂടെ പോണത് എന്ന് ഞാനും ചിന്തിച്ചിരുന്നു. അപ്പം നിങ്ങൾ ആ എഴുതുന്നതിൽ തെറ്റല്ല, അത് കറക്റ്റായ ചിന്ത തന്നെയാണ്. നിങ്ങൾ ഓണസ്റ്റായിട്ട് തന്നെയാണ് ആ പറയുന്നത്. പക്ഷേ വൺസ് യു ഗോ ത്രൂ ദിസ് പ്രോസസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ ഒരു പ്രീവിയസ് സ്റ്റുഡൻ്റായിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഈ സ്റ്റഡി എബ്രോഡ് നല്ല പ്രോസസ്സാണെന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇനി ഫുൾ ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഹെൽത്ത് സെക്ടർ, സോഷ്യൽ വർക്ക്, ടീച്ചിങ്, പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ, അതിനകത്ത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിന് നല്ലതാണ്, ഫുഡ് ടെക്നോളജി നല്ലതാണ്, അഗ്രികൾച്ചർ റിലേറ്റഡ് നല്ലതാണ്. ഇതൊക്കെ തന്നെയുണ്ട്. ഒപ്പം എൻജിനീയറിങ്ങും പിന്നെ IT ഉണ്ട്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ പറയുന്ന അതേ ഒക്യുപ്പേഷൻസ് ഒക്കെ തന്നെയാണ് ന്യൂസിലൻഡിലും ട്രെൻഡിങ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ ന്യൂസിലൻഡ് കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓസ്ട്രേലിയക്ക് നമുക്ക് ഒരു വൈഡ് നെറ്റ്വർക്ക് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു 1000+ സ്റ്റുഡൻസിൻ്റെ വെരിഫൈഡ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ നമ്മൾ ന്യൂസിലൻഡിലും സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. 8 ന്യൂസിലൻഡ് യൂണിവേഴ്സിറ്റീസും 16 പോളിടെക്നിക് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പം മേജറായിട്ട് വരുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വാട്സാപ്പ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ സ്റ്റുഡൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനും ആ കമ്മ്യൂണിറ്റി വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ നികത്താനും, മേ ബി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം. അതുവഴി പാർട്ട് ടൈം ജോബ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ആ ഒരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ, ഇതൊക്കെ നമ്മൾ ഓസ്ട്രേലിയയിൽ ചെയ്യുന്ന പോലെ ന്യൂസിലൻഡിലും ചെയ്യാൻ പോവുകയാണ്. സോ ഹൂവർ നീഡ്സ് ഹെൽപ്പ് ഫ്രം അവർ ടീം, എൻ്റെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. യു വിൽ ഗെറ്റ് എ കോൾ ഫ്രം അവർ ടീം. Thank you. Thanks for watching this video.